ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഫ്രാഞ്ചൈസി ഫീ എടുത്തു മാറ്റുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരംഭിക്കുന്നത് 2014 അത് FSDL ആണ് അതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ IPL മോഡൽ, അതായത് ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു മോഡലിൽ ഒരു ഫ്രാഞ്ചൈസി ലീഗ് ഫുട്ബോളിലും കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അത് വരുന്നത്. 8 ഫ്രാഞ്ചൈസികൾ, അതുപോലെ സെമി ഫൈനൽ, ഫൈനൽ ഫോർമാറ്റ് തനി ഒരു IPLൻ്റെ ഒരു പകർപ്പെന്ന നിലയ്ക്ക് തന്നെയാണ് വരുന്നത്. 8 ഡിഫറെൻറ്റ് സിറ്റീസിലൊക്കെ ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇത് വരുന്നത്. ആദ്യം ഒരു ഷോർട്ട് ലീഗ് എന്ന നിലയിലേക്ക് തുടങ്ങി ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു ടോപ്പ് ടയർ ലീഗ് എന്ന നിലയിലാണ് ISL പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാഞ്ചൈസികളൊക്കെ 15 മുതൽ 20 കോടി രൂപ വരെ ഫ്രാഞ്ചൈസി ഫീ എന്ന ഒരു ഇനത്തിലും കൊടുക്കണം എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു. അപ്പം ഇത് എടുത്തു മാറ്റുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വാർത്ത. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇനി മുതൽ ഫ്രാഞ്ചൈസി ഫീ 8 ഫ്രാഞ്ചൈസികൾക്കുണ്ടാകില്ല. ഇനി മുതൽ ഒരു റവന്യൂ ഷെയറിങ്, അതായത് ക്ലബ്ബുകൾക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ ഒരു ഷെയറിങ് ആയിരിക്കും വരാൻ പോകുന്ന സീസണുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. എന്താണ് ഈ 8 ഫ്രാഞ്ചൈസികൾക്ക് മാത്രമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് 10 വർഷത്തെ ഒരു എഗ്രിമെൻറ്റ് നേരത്തെ തന്നെ ഉണ്ടായതാണ്. ഇപ്പം ഇങ്ങനൊരു കാര്യം കൊണ്ടുവരാമെന്നുള്ള ഒരു രീതിയിലല്ല, ഇത് ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റിൽ തന്നെ ഉണ്ടായതൊരു കാര്യമാണ്. ആദ്യത്തെ 10 വർഷം ഇത്ര ഒരു ഫ്രാഞ്ചൈസി ഫീ കൊടുക്കുക, അതിനുശേഷം റവന്യൂ ഷെയറിങ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപക ഫ്രാഞ്ചൈസികൾക്ക് മാത്രം ഈ ഒരു കാര്യം ബാധകമാകുന്നത്. അപ്പോൾ മറ്റ് ഫ്രാഞ്ചൈസികളുണ്ടല്ലോ, അതായത് ബംഗളൂരു FC, ജംഷഡ്പൂർ FC ആണ് ആദ്യം വന്നത് 2017-18 സീസണിൽ. അതിനുശേഷം ഈസ്റ്റ് ബംഗാൾ വന്നു. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് FC പ്രൊമോഷനായിട്ട് വന്നു. അപ്പോൾ അവരും ഒക്കെ ഫ്രാഞ്ചൈസി ഫീ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ആയിട്ട് 10 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പം അവർ എന്ന് വന്നോ അന്ന് മുതൽ 10 സീസൺ വരെ ഈ ഒരു ഫ്രാഞ്ചൈസി ഫീ കൊടുക്കുക തന്നെ ചെയ്യണം. അതിനുശേഷമായിരിക്കണം ഈ പറഞ്ഞതുപോലെ ഒരു റവന്യൂ ഷെയറിങ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുക. എന്താണെങ്കിലും ഈ ഒരു റവന്യൂ ഷെയറിങ് എന്ന നിലയിൽ FSDLന് കൊടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഫീയേക്കാൾ എന്താണെങ്കിലും കുറവാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം ചേഞ്ച് ആകുന്ന സമയത്തുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലബ്ബുകൾക്ക് വലിയ തോതിലുള്ള ഈ ഒരു ഫ്രാഞ്ചൈസി ഫീ എന്നുള്ള ഒരു നല്ലൊരു എമൗണ്ട് അതിൻ്റെ ഒരു ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അവർക്ക് ആ ഒരു എമൗണ്ട് ക്ലബിൻ്റെ മറ്റ് ലെവലുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ക്ലബ്ബുകളൊക്കെ ഇപ്പോൾ ഒരു നഷ്ടത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു നഷ്ടത്തിൻ്റെ ഒരു കാര്യം ഒന്ന് കുറയ്ക്കാനും പിന്നീട് ലാഭത്തിലേക്കൊക്കെ വരാനും ഈ ഒരു മോഡൽ സഹായകരമാകുമെന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും എത്ര % ആണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും ഒരു കൃത്യത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും എന്ന് മുതലായിരിക്കും ഈ പറഞ്ഞ പോലെ ഫ്രാഞ്ചൈസി ഫീ, അല്ലെങ്കിൽ എന്ന് വരെ ആയിരിക്കും ഫ്രാഞ്ചൈസി ഫീ മറ്റ് ഫ്രാഞ്ചൈസികൾക്ക് കൊടുക്കേണ്ടി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ബംഗളൂരു FC, JFC ആണ് ആദ്യം വന്നത് 2017-18 സീസൺ. അവർക്ക് 2027-28 സീസൺ ആ ഒരു കാലയളവ് വരെ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ 2030 കാലയളവ് വരെ, അതുപോലെ പഞ്ചാബ് FC 2033. അതായത് 10 വർഷം കറക്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് ശേഷമായിരിക്കണം ഈ ഒരു ചേഞ്ച് വരുന്നത്. അപ്പം ഇതുള്ളത് കൊണ്ട് റെലഗേഷൻ ഒഴിവായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അത് മുറയ്ക്കാൻ നടക്കും. ഇപ്പം പ്രൊമോഷൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. റെലഗേഷൻ ഫ്യൂച്ചർ വരുന്ന സമയത്ത് ഈ ഒരു കാര്യമൊന്നും അതിൽ ബാധിക്കില്ല എന്നുള്ളതാണ് വിവരം. അതുപോലെ തന്നെ സെൻട്രൽ പൂൾ റവന്യൂവിലും അതിൻ്റെ ഒരു പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലൊരു ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പം 80% ക്ലബ്ബുകൾക്ക് വീതിച്ചും അതുപോലെ ബാക്കി 20% FSDLനൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ കാര്യത്തിലും ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതിപ്പം നിങ്ങൾ വായിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് ഉള്ള കാര്യങ്ങളുണ്ട്, അതല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഡാറ്റ, ഇപ്പം 90 സ്റ്റോക്ക് പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മച്ചാനുണ്ടല്ലോ, Xലും Instagram, അപ്പം അദ്ദേഹമായിട്ടും കൂടി ഞാൻ സംസാരിച്ചിട്ടാണ് ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൊരു ഡാറ്റ കളക്ഷൻ എന്ന രീതിയിൽ എടുത്തിട്ടുള്ളത്, ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമ്പോസ്റ്റ് എഴുതുക. മറ്റൊരു കാര്യം ഞാൻ സനിയ.